ഈ ഹിന്ദു പുരാണത്തിൽ ഭസ്മാസുരൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇദ്ദേഹത്തിന് അച്ഛനും അമ്മയിട്ട പേരെന്തായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. SLC ബുക്കിൽ എന്തായിരുന്നു പേരെന്ന് നമുക്കറിയില്ല. ഇദ്ദേഹം ഭസ്മാസുരൻ എന്ന പേരിൽ അറിയപ്പെടാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ചാണ് ഈ കഥ. അദ്ദേഹം വെറുതെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പുള്ളിക്ക് പരമശിവനോട് ഭയങ്കരമായ ഭക്തി തോന്നി. അപ്പോൾ മുതൽക്ക് അദ്ദേഹം ഭക്തി പാരവശ്യത്തോടി തപസ് ചെയ്യാൻ തുടങ്ങി. പണ്ടിങ്ങനെയാണ്. ഇപ്പോഴേക്കാണെങ്കിൽ വല്ല കോൺഗ്രസ്സുകാരനെ പെട്ടി പിടിച്ച് നേതാവാൻ ആൾക്കാർ താല്പര്യപ്പെടുന്ന പോലെ പണ്ട് ഏതെങ്കിലും ദേവന്മാരെ അതിശക്തമായിട്ട് തപസ് ചെയ്യാണ് പതിവ്. മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ ബ്രഹ്മാവിനെ അതുമല്ലെങ്കിൽ പരമശിവനെ, ഈ 3 പേരെ തപസ് ചെയ്യാറുള്ളൂ. ഇവിടെ ഈ ഭസ്മാസുരൻ എന്ന് പേര് കിട്ടപ്പെട്ട ആൾ, അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് നമുക്കറിയില്ല, പുള്ളി അതിശക്തമായിട്ട് തപസ് ചെയ്തു. ഈ തപസ് ചെയ്ത് അവസാനം പരമശിവന് നിക്കകളില്ലാത്ത സ്റ്റേജ് വന്നു. പുള്ളി അവിടെ നിന്ന് ഈ അസുരൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭക്ത, നിന്നിൽ നാം പ്രസാദിച്ചിരിക്കുന്നു, എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭസ്മാസുരൻ ഉടനെ 2 കൈയും കൂപ്പിക്കൂടെ പറഞ്ഞു, ഭഗവാൻ പരമശിവൻ, ഞാൻ അങ്ങയുടെ ഒരു വലിയ ഭക്തനാണ്, ആരാധകനാണ്, എനിക്ക് ഒരു വരം തന്നാൽ മതി. അപ്പോൾ പരമശിവൻ ചോദിച്ചു, എന്താണ്? നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാൻ നിർബന്ധിതനാണല്ലോ, ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഭസ്മാസുരൻ പറഞ്ഞു, ഞാനിങ്ങനെ നിന്നിട്ട് വെറുതെ കൈകൊണ്ട് ചൂണ്ടുവിരലുകൊണ്ട് ചൂണ്ടിയാൽ ആ ചൂണ്ടപ്പെടുന്ന ആളാരാന്ന് വെച്ചാൽ അയാളെ ഭസ്മമായി തീരണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു വരമല്ലേ. പരമശിവൻ നോക്കിയപ്പോൾ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പുള്ളി അപ്പം തന്നെ ശരി, ഇത് ദുരുപയോഗം ചെയ്തിട്ടോ എന്ന് പറഞ്ഞിട്ട് ആ വരം കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് ഭസ്മാസുരൻ എന്ന് പേര് കിട്ടി. പുള്ളി ആരെ നേരെ വിരൽ ചൂടുന്നു അവൻ അപ്പം തന്നെ കത്തി ദഹിച്ച് ഭസ്മമായി തീരും. അപ്പോൾ ഇതോടുകൂടി ഭസ്മാസുരന് വലിയ ആഹ്ലാദമായി. പക്ഷേ പുള്ളിക്ക് പെട്ടെന്നൊരു സംശയം തോന്നി, ഭസ്മാസുരൻ മിക്കവാറും മലയാളിയാവാനേ സാധ്യതയുള്ളൂ. ഇങ്ങനൊരു വരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് യഥാർത്ഥത്തിലുള്ള വരമാണോ അതോ പരമശിവൻ നമ്മളെ ആക്കിയതാണോ എന്നറിയണമല്ലോ. പുള്ളി പറഞ്ഞു, ചേട്ടാ, പരമശിവൻ ചേട്ടാ, ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക്. ചേട്ടൻ തന്നെ ഈ വരമുണ്ടല്ലോ, ഇതിന് വല്ല ശക്തിയുണ്ടോ, ഇതുകൊണ്ട് വല്ല ഫലമുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാനൊരു പണി ചെയ്യാം, ഞാൻ ചേട്ടനെ തന്നെ ചൂണ്ടാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് പരമശിവൻ ഞെട്ടിപ്പോയി. കാരണം ആ പുള്ളിക്ക് മനസ്സിലായി ഇപ്പോൾ പുള്ളിയെ ഭസ്മമായി കളയുന്നത്. പരമശിവൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി എന്നാണ്. പിന്നെ ഈ അസുരനെ ഒതുക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു മോഹിനി വേഷത്തിലെത്തിയെന്നും അവസാനം ഭസ്മാസുരൻ തന്നെ സ്വയം ചൂണ്ടി തൻ്റെ നെറുകയിൽ തന്നെ ഈ വിരൽ വെച്ച് ഭസ്മമായി പോയെന്നൊക്കെയാണ് കഥ. ആ ഭാഗത്തിന് വലിയ പ്രസക്തിയില്ല. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ ഈ ഭസ്മാസുരന് വരം കൊടുത്ത പോലെ എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. മലയാളത്തിൽ മാത്രമേ ഉള്ളൂ, അതോ സംസ്കൃതത്തിലുണ്ടോ മറ്റ് സംസാരങ്ങളിലേക്ക് ഇത് പ്രാബല്യത്തിലുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും കുട്ടിക്കാലം മുതൽക്ക് കേട്ടിട്ടുള്ളൊരു കഥ ഇതാണ്. ഞാനിപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ കുമാരി മമതാ ബാനർജിയുടെ കാര്യമാണ്. മമതാ ബാനർജി ഇപ്പോൾ BJP-യാൽ തോറ്റുന്ന അവർ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും പശ്ചിമ ബംഗാളിലെ ഭരണാധികാരം നഷ്ടപ്പെട്ടു. അവരുടെ പാർട്ടിയിലെ പല നേതാക്കന്മാരും ഭയചകിതരായിട്ടാണ് കഴിയുന്നത്. കാരണം ക്രിമിനൽ കേസുകൾ ഒരുപാട് വരാനിരിപ്പുണ്ട്. അത് പോട്ടെന്ന് വയ്ക്കാം. ഇവരുടെ അനന്തരവൻ ഒരു ചങ്ങാതിയുണ്ട്, അഭിഷേക് ബാനർജി. ഈ ബാനർജിക്ക് രാത്രി ഉറക്കമില്ല. ഒരു ഉറക്കം കഴിയുമ്പോൾ ഞെട്ടി ഉണരും. കാരണം ഈ പയ്യൻസ് കണ്ടമാനം പണം അവിഹിതമായിട്ട് സമ്പാദിച്ചിട്ടുണ്ട്. അവൻ്റെ കാര്യം ഓർത്തിട്ട് മമതാ ദീദിക്ക് ഉറക്കമില്ല. കാൽക്കട്ടയിലെ ആളുകൾ അടക്കം പറയുന്നത് ഇത് ദീദിയുടെ മകൻ തന്നെയാണ്, അല്ലാണ്ട് അനന്തരവനല്ല എന്നാണ്. അതെന്തുകൊട്ടെ നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ദീദിക്ക് വേണ്ടിയില്ല. കാരണം ദീദി കൈകൊണ്ട് കാശ് വാങ്ങിച്ചിട്ടില്ല, AK ആൻ്റണി പോലെയാണ്. പക്ഷേ പയ്യൻസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ BJP-ക്കാർ പൂട്ടാനിലെല്ലാം സാധ്യതയുണ്ട്. അങ്ങനെ വിഷമിച്ചിരിക്കും. സത്യത്തിൽ ഈ മമതാ ദീദി ആണ് BJP-ക്ക് പശ്ചിമ ബംഗാളിൽ ഒരു ബേസ് ഉണ്ടായി കൊടുത്തു. പശ്ചിമ ബംഗാളിൽ BJP എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. കേരളത്തിലേക്കാളൊക്കെ വളരെ ദുർബലമായിരുന്നു. കേരളത്തിൽ തന്നെ ദുർബലം നമുക്കറിയാം. സ്വന്തമായിട്ട് അസംബ്ലിക്ക് മത്സരിച്ച് ഒരു സീറ്റൊക്കെ ജയിക്കാൻ പറ്റാതിരുന്നൊരു കാലത്ത്, അതായത് നരസിംഹറാവുവിൻ്റെ ഭരണം കഴിഞ്ഞ് HD ദേവഗൗഡ പ്രധാനമന്ത്രി, ദേവഗൗഡയെ അപ്പോഴത്തേക്കും AICC പ്രസിഡൻ്റായി തീർന്നിരുന്ന സീതാറാം കേസരി വലിച്ച് താഴെയിട്ടു. കേസരിക്ക് പ്രധാനമന്ത്രി ആവണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ അത് നടന്നില്ല. അങ്ങനെ IK ഗുജറാൾ പ്രധാനമന്ത്രി. ഈ IK ഗുജറാൾ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നല്ല കാലത്ത് 97 കൽക്കട്ടയിൽ വെച്ച് AICCയുടെ സമ്പൂർണ്ണ സമ്മേളനം വിളിച്ചു കൂട്ടി. ആ സമ്മേളനത്തിന്, കൽക്കട്ടയിൽ നടന്ന സമ്മേളനത്തിന് ഒരു സർവാണി സദ്യക്ക് പോലും മമതാ ബാനർജിയെ വിളിച്ചില്ല. അതിൽ പ്രകോപിതയായിട്ട് അവർ അന്ന് പാർട്ടി പിളർത്തി. അങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയത്. 98 തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സാക്ഷാൽ കോൺഗ്രസിനോട് സഖ്യം ചെയ്ത് മത്സരിക്കുന്നതാണ് സോണിയാഗാന്ധി അടക്കം എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. സംഭവിച്ചതെന്ന് വെച്ചാൽ
മമതാ ബാനർജി BJP-യോട് സഖ്യം ചെയ്ത് മത്സരിച്ചു. 6-7 സീറ്റിൽ തൃണമൂൽ കോൺഗ്രസ് ജയിച്ചു. ഒരു സീറ്റിൽ, അത് ഡംഡം സീറ്റാണ്, ഡംഡമിൽ BJP-യുടെ തമൻ സിംഗ് ധാർ വിജയിച്ചു. തമൻ സിംഗ് ധാർ അന്ന് പശ്ചിമ ബംഗാളിലെ BJP-യുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അങ്ങനെയാണ് BJP-ക്ക് ഒരു ചവിട്ടി നിൽക്കാൻ ഒരടി മണ്ണ് കിട്ടിയത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ, അത് 99-ലും മമതാ ബാനർജി BJP-യുമായി സഖ്യം ചെയ്ത് മത്സരിച്ചു. അതിൻ്റെ ഫലം എന്തായിരുന്നു വെച്ചാൽ BJP-യുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചു. BJP-ക്ക് നിയമസഭയിലേക്കും ചില അംഗങ്ങളെ BJP-ക്ക് കഴിഞ്ഞു. പിന്നെ മമതാ ബാനർജി ആണെങ്കിൽ കേന്ദ്രത്തിൽ റെയിൽവേ മന്ത്രിയായി, വാജ്പേയിയുടെ മന്ത്രിസഭയിൽ. അങ്ങനെയാണ് മമതാ ബാനർജിക്ക് ആദ്യമായിട്ട് ക്യാബിനറ്റ് റാങ്ക് കിട്ടുന്നത്. പിന്നീട് മമതാ ബാനർജി വലിയ മതേതരവാദിയായി തീരുകയും BJP-യെ തള്ളിപ്പറയും, പിന്നെ പല സംഭവങ്ങളൊക്കെ ഉണ്ടായി. അത് നമുക്കിപ്പോൾ വളരെ പ്രസക്തമല്ല. അങ്ങനെ BJP-ക്ക് ചവിട്ടി നിൽക്കാൻ ഒരടി മണ്ണ് സമ്മാനിച്ച ആളാണ് കുമാരി മമതാ ബാനർജി. അങ്ങനെ വരുമ്പോൾ BJP അധികാരത്തിൽ വരുമ്പോൾ ഈ ഭസ്മാസുരൻ്റെ കഥയിൽ നമ്മൾ ഓർക്കണ്ടേ, അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. ഈ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയ കാലത്ത് ദീദിയുടെ വലം കൈയായിട്ട് നിന്ന ആളാണ് ശിശിർ അധികാരി എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരൻ. അദ്ദേഹം പിന്നീട് കേന്ദ്രത്തിൽ എന്തോ സഹമന്ത്രിയൊക്കെ. ആ പുള്ളിയുടെ മകനാണ് ഇപ്പോഴത്തെ സുവേന്ദു അധികാരി. സുവേന്ദു അധികാരി തന്നെ മമതാ ബാനർജിയുടെ ഒരു വളർത്ത മകനെ പോലെയായിരുന്നു. പിന്നെ മറ്റേ ചെറുക്കം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവനെ മമത തഴഞ്ഞത്. സുവേന്ദു അധികാരിയുടെ പേരിൽ ചില അഴിമതി കേസുകളൊക്കെ ഉണ്ടായി. അപ്പോൾ മമതാ ബാനർജി പുള്ളിയെ അവഗണിച്ചു. അതിൽ പ്രകോപിതനായി സുവേന്ദു അധികാരി BJP-യിൽ ചേർന്നു. അങ്ങനെയാണ് സുവേന്ദു അധികാരിയുടെ ഉയർച്ചയും വളർച്ചയും ഉണ്ടായത്. സുവേന്ദു അധികാരിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഇക്കഴിഞ്ഞാലല്ല അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതാ ബാനർജിയെ തോൽപ്പിച്ചത്. പിന്നെ മമതാ ബാനർജി ഭവാനിപ്പൂരിൽ പോയി മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടാണ് മുഖ്യമന്ത്രിയായത്. അപ്പോൾ അങ്ങനെ രണ്ട് വിധത്തിൽ ഈ ഭസ്മാസുരന് വരം കൊടുത്ത് മമതാ ബാനർജിയാണ്. അതിൻ്റെ പരിണത ഫലമാണ് ഇവരിപ്പോൾ അനുഭവിക്കുന്നത്. ഇതിൻ്റെ ഗുണപാഠമെന്ന് വെച്ചാൽ ഈ അനർഹരായ ആളുകൾക്ക് വരം കൊടുക്കരുത്, അവർക്ക് സഹായം ചെയ്യരുത്. ഇവൻ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തിരിഞ്ഞ് കടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും സുവേന്ദു അധികാരി 5 കൊല്ലം തികച്ച് ഭരിക്കട്ടെ. മമതാ ബാനർജി പ്രതിപക്ഷത്തും ഇരിക്കാൻ പറ്റില്ല, കാരണം അവർ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. അതുകൊണ്ട് അവർ വീട്ടിലിരുന്ന് വീട് ഭരിക്കട്ടെ. അഭിഷേക് ബാനർജി ജയിലിൽ പോകാതിരിക്കുമോ എന്താ വെച്ചാൽ ചെയ്യട്ടെ.